അതിപ്പോൾ എം എ ബേബിക്ക് ഇപ്പോൾ പാട്ടിനോട് വലിയ എതിർപ്പാണ്. അദ്ദേഹമാണ് സ്വരലയ ഉണ്ടാക്കിയ ഒരാൾ. പക്ഷേ ഈ പാട്ടെന്ന് കേട്ടാലും പാരഡി എന്ന് കേട്ടാലും അദ്ദേഹത്തിന് ഇപ്പോൾ തലവേദന വരുന്ന കാലമാണ്. എം എ ബേബിയിൽ നമ്മളാരും അത് പ്രതീക്ഷിക്കും. കാരണം പാട്ടിന് ഒത്തിരി സ്വരലയ്ക്ക് വേണ്ടി ഒത്തിരി പാട് നടന്ന ഒരാളാണ് ഈ ബേബി. അപ്പോൾ പാട്ടിനോട് ഇത്രയും ഒരു അസഹിഷ്ണുത എം എ ബേബി കാണിച്ചത് വളരെ ദുഃഖകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. കാരണം 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായി വിഷമം ഉണ്ടാവും, അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാവും. 4 നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. ആ 4 നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ചർച്ച ചെയ്യണം. ഞാൻ ആരെയും വെല്ലുവിളിക്കാനൊന്നുമില്ല. ചർച്ച ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിലൊരു പ്രയാസവും ഞങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. ചർച്ച ചെയ്യണം. അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി ഗവൺമെൻറ് ഏറ്റെടുക്കട്ടെ, ഇത് ചർച്ച ചെയ്യട്ടെ. അതാ ഒരാശയക്കുഴപ്പമില്ല. UDF-ലേക്ക് കൂടുതൽ ആളുകൾ വരുന്നതിലുള്ള അസ്വസ്ഥതയാണ് CPM-നുള്ളത്. വ്യക്തികളല്ല, ജനവിഭാഗങ്ങൾ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൂടുതൽ ആളുകൾ, കൂടുതൽ ജനവിഭാഗങ്ങൾ, വ്യക്തികൾ കോൺഗ്രസിനോടും UDF-നോടും ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നു. കാരണം ഈ സംസ്ഥാനത്ത് ജീവിക്കുന്ന 10 വർഷമായി കഷ്ടതയും പ്രയാസങ്ങളും ദുരിതവും അനുഭവിക്കുന്ന ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഒരു ഭരണമാറ്റത്തിന് സമയമായിരിക്കുന്നു എന്ന ജനങ്ങളുടെ തിരിച്ചറിവാണിത്. ആ ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമില്ലാതാകുമോ? അപ്പോൾ അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട്. ഈ ഗവൺമെൻറ് പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കണ്ടത്. അതുകൊണ്ട് ഞങ്ങളിടയിൽ ഒരു ആശയക്കുഴപ്പമില്ല. ഞങ്ങളൊരു കക്ഷിയായിട്ടും ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ ആരും ഞങ്ങളോട് വരണമെന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും വന്നാൽ ഞങ്ങൾ വേണ്ടെന്ന് പറയുന്നില്ല. വരുന്ന ആരാണെന്ന് നോക്കി കൂട്ടായി ആലോചിച്ച് ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇതാണ് സത്യം. അല്ലാണ്ട് ഞങ്ങളൊരു കക്ഷിയുടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആരോടും ചർച്ച നടത്തിയിട്ടില്ല. അത് വളരെ വ്യക്തമാണ്. അതിനൊന്നും തെറ്റില്ല. അത് പ്രായശ്ചിത്തം ചെയ്യുകയാണ്. അദ്ദേഹത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാത്തത് കൊണ്ട്, അദ്ദേഹത്തിന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അവസരം കൊടുക്കാത്തത് കൊണ്ടുള്ള പ്രായശ്ചിത്തമാകാം. അല്ല, അവരില്ലല്ലോ, അവരിടതുപക്ഷത്തിലല്ലേ. അവരിടതുപക്ഷത്താണെന്ന് കുറച്ച് പറയുന്നവരോട് ഞങ്ങൾ അല്ല, നിങ്ങൾ മനസ്സിലാക്കണം, അവർ തന്നെ പറയുന്നു ഞങ്ങൾ ഇടതു മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ ആ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ UDF ഏതായാലും ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും. ഒരു തർക്കവും വേണ്ട. ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേരള കോൺഗ്രസ് എമ്മുമായി ഒരു ഘട്ടത്തിലും ചർച്ച, ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ ആരും ചർച്ച നടത്തിയിട്ടില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം, പാർലമെന്റിലുണ്ടായ പരാജയം, അത് കണക്കിലെടുത്തുകൊണ്ട് ആരെങ്കിലും എവിടെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തി കാണും. ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമില്ല. ഞങ്ങൾ അങ്ങനെ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടുമില്ല. അല്ലല്ല, അതിപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി ഒരു മുന്നണിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ വേണ്ടെന്നൊന്നും പറയാനുള്ള ഔദ്ധ്യത്യം ഞങ്ങൾക്കില്ല. പക്ഷേ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പറയുകയാണെങ്കിൽ ഞങ്ങൾ അന്ന് ചർച്ച ചെയ്യും.